പോളിനോമിയൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇനി പി ഓഫ് വണ്ണിൻ്റെയും പി ഓഫ് മൈനസ് ടുവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എക്സ് മൈനസ് വൺ ഈ തന്നിരിക്കുന്ന പി ഓഫ് എക്സിൻ്റെ ഫാക്ടറാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പി ഓഫ് എക്സിനെ ഫാക്ടറൈസ് ചെയ്യണം. ഇങ്ങനെ 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പി ഓഫ് വൺ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ വേരിയബിൾ എക്സ് ആണ്. അപ്പോൾ എക്സിന് പകരം 1 കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എക്സ് എന്നുള്ളിടത്തെല്ലാം നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ പോലെ ആണ് ആൻസർ വരിക. അതായത് 2 - 8 + 6 എന്ന് പറയുമ്പോൾ എന്താ 0. അപ്പോൾ പി ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് കിട്ടി. ഇതേ സെയിം രീതിയിൽ തന്നെ പി ഓഫ് -2 നമ്മൾ കാണാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സ് എന്ന ആ ഇക്വേഷനിലുള്ള എല്ലായിടത്തും -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. -2 എന്നവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കാണിക്കുന്ന പോലെയാണ് കിട്ടുക. അപ്പോൾ 2 × -2 ഹോൾ ക്യൂബ്. -2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -8 ആണ്. അപ്പോൾ 2 × -8. പിന്നെ ഉള്ളത് -3 × -2 സ്ക്വയർ. -2 × -2 4 ആണ്. -5 × -2 അതായത് +10 പിന്നെ +6. അപ്പോൾ ഇതെല്ലാം കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -12 ആണ്. അപ്പോൾ നമ്മൾ സബ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യനായ പി ഓഫ് 1ഉം പി ഓഫ് -2ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞു. പി ഓഫ് 1 0 എന്നും പി ഓഫ് -2 -12 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എക്സ് -1 ഒരു ഫാക്ടർ ആണോ പി ഓഫ് എക്സിൻ്റെ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് -1 ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 1 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിവിടെ പി ഓഫ് 1 ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് 0 ആണ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് -1 എന്താണ്? ഇതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ എക്സ് -1 ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഈ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ഫാക്ടർ അറിയാം. അതായത് എക്സ് -1 അതിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ പല മെത്തേഡ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഈ പോളിനോമിയലിനെ എക്സ് -1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെയാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എടുത്തു കഴിഞ്ഞിട്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ 2x³ - 3x² - 5x + 6 അതിനെ എക്സ് -1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ടേം നോക്കുക. അപ്പോൾ എക്സ് ആണ്, മറ്റേതിൻ്റെ 2x³ ആണ്. അപ്പോൾ 2x × x 2x³ ആയതുകൊണ്ട് നമ്മുടെ കോഷ്യൻ്റിൽ 2x എഴുതും, 2x² എഴുതും. 2x² × x ആണ്, x³ 2x³. എന്നിട്ട് രണ്ട് ടേമിനെയും 2x² വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന പോലെ കിട്ടും. പിന്നെ നമ്മൾ നോർമൽ ഡിവിഷൻ പോലെ തന്നെ ഇവരെ രണ്ടുപേരെയും സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? -x² - 5x എന്ന് കിട്ടും. അപ്പോൾ -x² എന്ന് നമുക്ക് ആൻസർ വരണമെങ്കിൽ എക്സിൻ്റെ ഒപ്പം -x ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കോഷ്യൻ്റിൽ നമ്മൾ -x എന്ന് എഴുതും. എന്നിട്ട് -x വെച്ചിട്ട് എക്സിനെയും -1നെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ അവിടെ എഴുതും. എന്നിട്ട് ഡിവിഷനിലെ പോലെ സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് എന്താ കിട്ടിയത്? 2x² - x - 6 എന്ന് കോഷ്യൻ്റ് കിട്ടി. റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2x² - x - 6 എന്ന് കിട്ടി. അപ്പോൾ എക്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് -1 എന്ന ആൻസർ വരുന്ന നമ്പറും പിന്നെ അതുപോലെ തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ടേംസിൽ കിട്ടുന്ന ആ നമ്പർ എന്ന് പറയുന്നത് 12 കിട്ടുന്ന നമ്പർ 3ഉം 4ഉം ആണ്. അപ്പോൾ 2x² + 3x - 4x - 6 എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ അതിനെ പെയർ ചെയ്യുക. പെയർ ചെയ്യുമ്പോൾ 2x² + 3x - 4x + 6 എന്നാണ് കിട്ടുന്നത്. ഇനി കോമൺ ആയിട്ടുള്ള ആൾക്കാരെ പുറത്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ടേമിൽ എക്സ് കോമണും രണ്ടാമത്തെ ടേമിൽ -2 ആണ് കോമൺ ആയിട്ട് നമ്മൾ പുറത്തിട്ട് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 2 ആണ് കോമൺ ആയിട്ട് പുറത്തിട്ട് എടുത്തിട്ടുള്ളത്. എടുത്തു കഴിയുമ്പോൾ നമുക്ക് 2x + 3 × x - 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഉള്ളത്? എക്സ് -1 നമ്മൾ ഫാക്ടറാണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു. എക്സ് -2 പിന്നെ 2x + 3 ഇതാണ് നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പി ഓഫ് എക്സിനെ നമ്മൾ
ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യനും